യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്ന് രാത്രിയിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതൊരു സുവിശേഷ യോഗമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഇതൊരു സുവിശേഷ മഹായോഗമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു സുവിശേഷ മഹായോഗമാണ്. എത്ര ദിവസം നടത്തുന്നു എന്നതല്ല, സുവിശേഷത്തിന്റെ ഉടയവനായ കർത്താവ് എവിടെ കടന്നു വരുന്നു അതൊരു മഹായോഗമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനത് ആത്മാവിൽ തിരിച്ചറിയുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. പാട്ടുകളിൽ കൂടി ആരാധനകളിൽ കൂടി എല്ലാം അത് പ്രതിഫലിക്കുവാൻ ഇടയായി അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുക്കപ്പെട്ട അനവധി ദൈവമക്കൾ ഈ അവന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയെ ഇന്ന് രാത്രി എനിക്ക് ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ, കർത്തൃദാസൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ലക്ഷ്യം എന്നത് പേരോ പ്രസിദ്ധിയോ അല്ല, അതിനപ്പുറം ഒരു പാപി മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രിയിലും ജീവിതം നരകതുല്യമായി ആമേൻ ആമേൻ മുൻപിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഇന്ന് രാത്രി അവർ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയണം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ഇന്ന് രാത്രികാലത്തെ പ്രഭാഷണത്തിന് ആധാരമായി തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിപ്പാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ റോമർക്കെഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. മതി, ഒരു നിമിഷം കൂടെ തലകൾ വണക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും സുവിശേഷകരുടെ അകത്ത് ഒരു തീഷ്ണതയുണ്ട്. സുവിശേഷകരുടെ അകത്ത് ഒരു തീഷ്ണതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ പറഞ്ഞതുപോലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ കാലഘട്ടം മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള സാമൂഹികമായ അധാർമികതയ്ക്ക് ചുക്കാൻ പിടിച്ച ഒരു കൂട്ടം തലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ലോകത്തിന്റെ ഒഴുക്കിനൊത്തവണ്ണം ഒഴുകാതെ അതിൽ നിന്ന് മാറി ജീവിക്കണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ ആമേൻ, അത് വെറുതെ കഴിയില്ല. അതൊരു ശക്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അതൊരു ശക്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ഒരു ഇസത്തിന് ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയില്ല കേട്ടോ. ഇസങ്ങൾ പലതുണ്ട്. ഇസത്തിന് ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയില്ല. തത്വങ്ങൾക്ക് ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയില്ല. തത്വചിന്തകൾക്ക് ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയില്ല. മതങ്ങൾക്കോ മതത്തിന്റെ ഏടാകൂടങ്ങൾക്കോ ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയില്ല. പക്ഷെ ഇന്ന് രാത്രി അസന്നിഗ്ധമായി ഞാൻ ഈ പൊതുസ്ഥലത്ത് വിളിച്ചു പറയുന്നു, സുവിശേഷത്തിന് മനുഷ്യനെ മാറ്റാൻ കഴിയും. അല്ല, ഒരു മനുഷ്യനെ മാറ്റാൻ കഴിവുള്ളത് സുവിശേഷം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സുവിശേഷകരുടെ അകത്ത് ഒരു തീഷ്ണതയുണ്ട്. ഒരിക്കൽ കരുത്തനായ ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ്, വൈരുദ്ധ്യാധിഷ്ഠിത പ്രസ്ഥാനത്തിന്റെ കരുത്തനായ കാലം കണ്ട ഒരു നേതാവ്, അദ്ദേഹം ഇങ്ങനെ തന്റെ അംബാസഡർ കാറില് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ വഴിയരികിൽ നിന്ന് ഒരു ഉപദേശി കോളാമ്പി പിടിച്ച് പരസ്യോഗം നടത്തുക. ഞങ്ങൾക്ക് വ്യക്തിപരമായി പരസ്യോഗം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്റെ ഏറ്റവും വലിയ തട്ടകം എന്നത് പരസ്യോഗമാണ്. സ്തോത്രം. പ്രിയ ഗിഫ്റ്റൻ ഡേവിഡൊക്കെ ശംഖുമുഖത്ത് അവർ ക്രമീകരിച്ച ഒരു മഹാസമ്മേളനം, എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 15 യെസ്, ആ മഹാസമ്മേളനത്തിലും പങ്കെടുപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അപ്പോ ഈ ഉപദേശി കവലയിൽ നിന്ന് വിളിച്ചു പറയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. അപ്പൊ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഈ ശബ്ദം ഈ മനുഷ്യന്റെ, ഈ നേതാവിന്റെ പിയെ കേട്ടിട്ട് ഈ ഒന്ന് പുഞ്ചിരിച്ചു. അറിയാലോ, സുവിശേഷകരെ കാണുമ്പോ നാട്ടുകാർക്ക് ചെറിയൊരു ചിരിയുണ്ട്. ഒരു ചിരിയുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ പറയും, നേതാവ് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ അംബാസഡർക്കാരന്റെ പുറകിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവമുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയില്ല. നമുക്കറിയാം, വൈരുദ്ധ്യാധിഷ്ഠിത പ്രസ്ഥാനത്തിന്റെ അവരുടെ വിശ്വാസം ദൈവമില്ല എന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, ദൈവമുണ്ടോ ഇല്ലയോ എന്നത് എനിക്കറിയില്ല, അത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉറപ്പിക്കുന്നില്ല. പക്ഷേ സുവിശേഷകന്മാരുടെ അകത്ത് ഒരു ശക്തിയുണ്ട്. അവർ ഒറ്റയ്ക്ക് ഇത് പറയില്ല. അവരുടെ അകത്ത് ഒരു പ്രേരക ശക്തിയുണ്ട്.
അതേ ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവമില്ലാത്തവന്റെ അകത്തും അത് മനസ്സിലാക്കിയെങ്കിൽ അവൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അധികാരങ്ങൾക്കും പിടിച്ചടക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു ദൈവശക്തി. ആ ദൈവശക്തിയാണ് ദൈവമക്കളെ, ദേശനിവാസികളെ, എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഒരു പദം അനുഭവം പറയാതെ പോയാൽ മോശമാ. സ്തോത്രം. സുവിശേഷ യോഗമാണ്. ഞങ്ങൾ ആദർശം കണ്ടുവന്നതല്ല, വിദേശീയരുടെ ധനം കണ്ടുവന്നതല്ല, ഞങ്ങൾക്ക് പാൽപ്പൊടിയും റവയും പാൽപ്പായസവും കുടിച്ചും കിട്ടിയും വന്നതല്ല കേട്ടോ. ജീവിതത്തെ ഒരുവൻ മാറ്റി അവന്റെ പുറകാലെ ഞങ്ങൾ ഇറങ്ങിയതാ. ലോകത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തൊണ്ട തുറന്ന് ജയ് വിളിച്ച് നടന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി. രണ്ടാമത്, നല്ല കരിപ്പട്ടിയും ഗ്യാസ് കുറ്റിയും കറുകപ്പട്ടയും തലയിൽ ചുമന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി നടന്ന ഒരു ഇരുണ്ട കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെ? എന്തിനാണെന്ന് അറിയാം, ചിലർക്കറിയാം. സ്തോത്രം. ചിലർക്കല്ല. ഏറെക്കുറെ നിങ്ങളുടെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം മനസ്സിലായെന്ന്. അപ്പൊ അങ്ങനെ നടന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ കവലയിൽ കയറി നിൽക്കാൻ പറ്റില്ല. കാര്യം എന്താ? ഞങ്ങളുടെ കാലത്തെ പോലീസുകാർ ഉപയോഗിക്കുന്നത് മഹേന്ദ്രയുടെ പഴയ ജീപ്പായിരുന്നു. അപ്പൊ ആ ജീപ്പ് ഇച്ചിരി ദൂരെ നിന്ന് വരുമ്പോൾ, 500 മീറ്റർ അപ്പുറത്തുനിന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ശബ്ദമുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? ഓടി ഒളിക്കും. അങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഒരു ഇരുണ്ട കാലഘട്ടം. പക്ഷെ ഇന്ന് അമേ സ്തോത്രം, നക്ഷത്രങ്ങൾ പതിച്ച അധികാരികളുടെ വാഹനം ചീറിപ്പാഞ്ഞു പോകുമ്പോഴും കവലയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയും, മറ്റൊരുത്തലിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അത് പറയാൻ ആരുടെയും സപ്പോർട്ട് വേണ്ട. മൈക്രോഫോണിന്റെ സഹായവും ഇല്ലെങ്കിലും കവലയിൽ ഞങ്ങൾ വിളിച്ചു പറയും, ഞങ്ങളെ പിടിപ്പിച്ച ഒരു യേശു കർത്താവുണ്ട്. ലോകത്തിനും ലോകഭോഗത്തിനും പാപത്തിനും അകപ്പെട്ട് കിടന്ന എന്റെ ജീവിതം, ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്കും ഏക മകന. പക്ഷേ സമാധാനം എന്തെന്ന് 2009 വരെ അവർ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. എന്റെ ജീവിതം അവർക്കൊരു തലവേദനയായിരുന്നു 2009 വരെ. 2009 എന്റെ യേശുവിനെ ഞാൻ രക്ഷകനും കർത്താവും ദൈവവുമായി അംഗീകരിച്ചത് മുതൽ ഞങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനം വന്നു. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരുടെ കരത്തിൽ മൈക്രോഫോൺ കൊടുത്താൽ അവർ പറയും, അതെ, ഇതിനേക്കാൾ അപ്പുറമായ ഒരു നരകയോഗ്യ ജീവിതം നയിച്ചവരായിരുന്നു ഞങ്ങൾ. പക്ഷെ ഞങ്ങളെ മാറ്റിയത് സുവിശേഷമാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ശ്രമിക്കുന്ന ദേശനിവാസികളെ, ഇത് പണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടിയല്ല, താങ്കളുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്താൻ കഴിവുള്ള സുവിശേഷത്തെ ഇന്ന് രാത്രി ഏറ്റുകൊണ്ടാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറും. ഹല്ലേലൂയ. ഈ സുവിശേഷം ഈ കവലയിൽ എന്തിനിങ്ങനെ വിളിച്ചു പറയുന്നു എന്ന് ചോദിച്ചാൽ, തിരുവചനത്തിൽ നിന്ന് പറഞ്ഞാൽ സമയം അടുത്തിരിക്കുകയാണ്. ഇനി എത്ര ദിവസം കിട്ടുമെന്നറിയില്ല. കാലം തികഞ്ഞിരിക്കുന്നു. എന്താ തെളിവ് തരാം. തിരുവചനത്തിലേക്ക് വന്നാൽ കാലത്തികവിങ്കൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മറ്റ് സ്തോത്രം ദൈവഭക്തന്മാർ ലേഖനത്തിൽ കൂടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അന്ത്യകാലത്തിന്റെ ചില ലക്ഷണങ്ങൾ. എന്താണ് അന്ത്യകാലത്തിന്റെ ലക്ഷണം? അന്ത്യകാലത്തിന്റെ ലക്ഷണം 1, മനുഷ്യൻ സ്വസ്നേഹികളായി മാറും. 2, മനുഷ്യൻ ദ്രവ്യാഗ്രഹികളായി മാറും. 3, മനുഷ്യൻ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തൊരു കാലം വരും. അല്ലേ? ഒന്ന് തിരിഞ്ഞോക്ക്, സമൂഹത്തിലേക്ക് നോക്ക്. ഇന്ന് മനുഷ്യൻ സ്വസ്നേഹികളാണ്. സ്വസ്നേഹി, എനിക്ക് എന്റെ മക്കൾക്ക്, 2, മനുഷ്യൻ ദ്രവ്യാഗ്രഹികളായി കൊണ്ടിരിക്കുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 3, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തൊരു തലമുറ. സ്തോത്രം. അമ്മയപ്പന്മാരെ ആദരിക്കാത്തൊരു തലമുറ, വൃദ്ധന്മാരെ ആദരിക്കാത്തൊരു തലമുറ. ഇതാകെ കൂടെ പഠിച്ചാൽ തിരുവെഴുത്ത് പറയുന്നു, ഇത് അന്ത്യകാലമാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാളത്തെ സുവിശേഷ യോഗത്തിൽ 50 കിലോ ഇല്ലെങ്കിൽ
സമീപ പ്രദേശത്ത് പങ്കെടുത്ത് രക്ഷിക്കപ്പെടാമെന്ന ചിന്ത ആർക്കും വേണ്ട. ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാദിവസം. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് അവസാനിപ്പിച്ച് ആരോഗ്യത്തോടെ ആയുസ്സോടെ വീട്ടിൽ പോകാമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. നൈമിഷികമായ ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥരാണ് ഞാനും നിങ്ങളും. മരണമെന്ന രംഗബോധമില്ലാത്ത കോമാളി ഏത് ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാത്ത അതിഥിയെ പോലെ നമ്മുടെയൊക്കെ ഭവനത്തിനകത്ത് കടന്നു വരാം. എന്നാൽ ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന്റെ വക്താക്കളായ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അകത്ത് ഒരു പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? ഞാൻ ഇന്ന് ഈ ലോകം വിട്ടാൽ, ഇന്ന് ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയാൽ എന്റെ പ്രാണപ്രിയന്റെ പൊന്മുഖം കാണും. ദൈവമക്കളെ, ഈ പ്രത്യാശ ഇല്ലെങ്കിൽ അവൻ ഇന്ന് രാത്രി ഒന്ന് സ്വയപരിശോധന നടത്തണം. പള്ളിയിൽ പോകുന്നു എന്നതുകൊണ്ടോ, ബൈബിൾ 3-4 വീട്ടിൽ ഉണ്ട് എന്നതുകൊണ്ടോ കർത്താവിനെ അറിയണമെന്നില്ല. തിരുവഴുത്തിൽ ഇങ്ങനെ പറയുകയാണ്, കർത്താവേ കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞാൻ വലിയ വീരപ്രവർത്തികളൊക്കെ ചെയ്തു. കർത്താവ് തിരികെ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ദേശത്ത് കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരു അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്തുണ്ടാകരുത്. ഇന്ന് രാത്രി മാനസാന്തരം അവൻ ദൈവജനത്തിന്റെ നടുവിൽ നിന്ന് ആരംഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവഴുത്തിലേക്ക് മടങ്ങി വരാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അതീതമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? മരണത്തിന് അതീതമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഒരു മനുഷ്യന്റെ യാതനയുടെ ശബ്ദമാണിത്, യാതനയുടെ ശബ്ദം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അതീതമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇന്ന് രാത്രി ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നമ്മളെല്ലാം വിജയിച്ചു. ഏത് ചോദ്യത്തിന്? മരണം എന്നതാണല്ലോ നമുക്ക് ഏവർക്ക് മുൻപിലുള്ള കടമ്പ, അല്ലേ? മരണമെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആകപ്പാട് ഒരു വിമ്മിഷ്ടമാ. സ്വോത്രം പാസ്റ്റർ, അത് പറയല്ലേ പാസ്റ്റർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ കാര്യം? ഇത് സാർവത്രികമാണ്. എന്താ ശാന്തത, അല്ലേ? സ്വർഗത്തിന്റെ അല്പസമയം മൗനത എന്ന് പറയുന്നത് പോലെ. പ്രിയ ദൈവമക്കളെ, മരണമെന്ന് കേട്ടാൽ ദൈവമക്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് ഭക്തന്മാർ പറയുന്നത്, മരണമാണേലും ഞങ്ങൾക്ക് വിഷയമല്ല. കാരണം ഏതു വിധേനയായാലും എന്റെ കർത്താവിനെ ഒന്ന് കണ്ടാ മതി. പോരാ കേട്ടോ, ഈ പ്രത്യാശ പോരാ. ഏതു വിധേനയായാലും നമുക്ക് വേണ്ടി ജീവൻ തന്ന അവൻ യേശുവിനെ കണ്ടാ മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അരിഷ്ടത എന്ന പദം, അരിഷ്ടതയെ മാറ്റുന്ന ഒരു കർത്താവ്, ആ കർത്താവിനാണ് ഞാൻ ഉയർത്തുന്നത്. എന്താണ് അരിഷ്ടത? അരിഷ്ടത എന്ന ആ പദത്തെ, അതിന്റെ ഒരു നിർവചനങ്ങൾ പഠിച്ചാൽ, 1 നിന്ദിക്കപ്പെട്ട, 2 പീഡിപ്പിക്കപ്പെട്ട, 3 ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, 4 യാതന അനുഭവിക്കുന്ന. അങ്ങനെ അക്കമിട്ട് നിരത്തി വന്നാൽ അരിഷ്ടത എന്ന പദം, ഈ റോമാലേഖനം 7:24 വായിക്കുന്ന അരിഷ്ടത എന്ന പദത്തിന് ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രിയിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം പേർ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാലാ പീഡിപ്പിക്കപ്പെടുന്നേ? മനുഷ്യരാലല്ല, പിന്നെ പൈശാചികനാൽ പീഡിപ്പിക്കപ്പെടുന്ന പല വാതിലുകൾ മാറി മാറി മുട്ടിയിട്ടും, പല ക്രിയകളും ക്രയവിക്രയങ്ങളും മാറി ചെയ്തിട്ട് ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ ഈശ്വരനെ എന്ന് ജീവിതത്തെ നോക്കി സ്വയമായിട്ട് ശപിക്കുന്നത് പോലെ ജീവിതത്തെ ഫേസ് ചെയ്യുന്ന ചില വ്യക്തികൾ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്നു. പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ അരിഷ്ടത മാറ്റാൻ ഇന്ന് രാത്രി യേശു കൂടെ വന്നിട്ടുണ്ട്. ചിലരെ ചിന്തിക്കുന്നു കേട്ടോ, ചിലരിങ്ങനെ ചിന്തിക്കുന്നു, എന്റെ ഈ കഷ്ടത, ഈ യാതന,
മാറാ രോഗത്താൽ അവൻ യാതന അനുഭവിക്കുന്ന ചിലര്, ആത്മഹത്യക്ക് പോലും ചിന്തിക്കുന്ന ചിലത്. ഇന്ന് രാത്രി ആരുത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്ന് രാത്രി താങ്കൾക്ക് വേണ്ടി ഒരുവൻ കാൽവരിയിൽ മരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അനേക രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരാരും ഞങ്ങൾക്ക് വേണ്ടി നയാ പൈസ ചെലവാക്കിയില്ല. പക്ഷെ എന്റെ യേശു കർത്താവ് ജീവിതത്തിന്റെ നല്ല യൗവനത്തിൽ ഞാൻ വഴിതെറ്റി പോയതാണ്. 8ാം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ എന്റെ ജീവിതത്തിന്റെ വഴിതെറ്റി ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങി. ലോകമുഖം വഴി ഇങ്ങനെ ഓടി നടക്കുമ്പോ ആ പിന്നിട്ട വഴിത്താരകളിൽ നിരവധി വേദനകൾ അനുഭവിച്ചു കേട്ടോ. പോകുന്ന വഴിയിൽ ഒരുപാട് സ്നേഹിതരെ കിട്ടി, ഒരുപാട് കൂട്ടുകാരെ കിട്ടി, എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചു എന്ന മിഥ്യാധാരണയിൽ ഞാൻ മുൻപിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഒരു കരിദിനം എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. പെട്ടെന്ന് ചെയ്തതും ചെയ്യാത്തതുമായ കുറ്റകൃത്യങ്ങളുടെ നീണ്ട ലിസ്റ്റ് പോലീസ് അധികാരികൾ എന്റെ മേൽ എഴുതി ചേർത്തു. വീട്ടിനകത്ത് നിൽക്കാൻ നിവൃത്തിയില്ല, നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, കൂട്ടുകാരുടെ നടുവിൽ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങ് ഓടി കേട്ടോ. ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇത് തമിഴ്നാടിന്റെ ബോർഡറാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടാണ്. എന്റെ കൂടെ കടന്നു വന്ന സ്തോത്രം പ്രിയ അരുംബോസ്, അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഞാനും രക്ഷിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ വെച്ചാ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടു. എന്നെ ആരും ആശ്വസിപ്പിക്കുന്നില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല. എന്നെ കാണുന്നവരെല്ലാം ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെ. കാരണം ആരൊക്കെ എന്റെ ഭാഗം നിന്നാലും അവർക്കെല്ലാം മുറിവേൽക്കുന്ന തരത്തിൽ ഞാൻ ആയിത്തീരുവാനിടയായി കേട്ടോ. അത്രത്തോളം ഞാൻ തകരപ്പെട്ടു. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക്, മദ്രാസിലേക്ക് ഞാൻ പോകേണ്ടതായി വന്നു. അവിടെ പോയി പാർക്കേണ്ടതായി വന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അവിടെ പോയി പാർത്തപ്പോ എന്റെ കൂട്ടുകാരും വന്നില്ല കേട്ടോ. എന്റെ ധനം വിനിയോഗിച്ചവർ ആരും എന്റെ കൂടെ വന്നില്ല. ഞാൻ വിളിച്ച പാർട്ടിക്കാരും വന്നില്ല. ഞാൻ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തു, ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തു, അവരാരും എന്നെ സഹായിക്കാൻ വന്നില്ല. പകരം ഞാനൊരു വലിയൊരു ഹോളിന്റെ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. ഏതെങ്കിലും വൃക്ഷത്തിന്റെ ലലാദികൾ അടങ്ങിയാൽ പോലും എനിക്ക് ഭയമാണ്. കാരണം ആരെങ്കിലും എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണോ എന്ന ചിന്തയിൽ, വേദനയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ കുഞ്ഞുനാളിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതോ ഇല്ലെങ്കിൽ ആരെ കൂടെയോ പറഞ്ഞു കേട്ടതോ ആയ ഒരു ദൈവത്തിന്റെ വചനം എന്റെ കർണപടത്തിലേക്ക് വന്നു. കയറി വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറയുന്നത് പോലെ, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനത്തെയും മേഘത്തെ പോലെ നിന്റെ പാപത്തെയും മായ്ച്ചു കളയാ. എങ്കിലേക്ക് മടങ്ങി വാ. എങ്ങനെ സന്തോഷിക്കാതിരിക്കാം? ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനത്തെയും മേഘത്തെ പോലെ നിന്റെ പാപത്തെയും മായ്ച്ചു കളയാ. എങ്കിലേക്ക് മടങ്ങി വാ. ഇന്ന് രാത്രിയിൽ ശബ്ദം ശ്രമിക്കുന്ന സ്നേഹിത, യൗവനക്കാരി, ഇന്ന് രാത്രി യേശുവിങ്കലേക്ക് നീ മടങ്ങി വാ. നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടമായ സമാധാനം യേശു തിരികെ തരും. യേശുവിന് മാത്രമേ തിരികെ തരാൻ കഴിയത്തുള്ളൂ. അവിടെ കിടന്ന് ഞാനൊരു തീരുമാനമെടുത്തു. യേശുവേ, ഞാൻ മടങ്ങി വരാം. ഒറ്റ കണ്ടീഷൻ. ഇന്ന് എന്റെ ജീവിതത്തിനകത്ത് എന്റെ പേരിലുള്ള സകല കേസുകളും ആ സംവിധാനങ്ങളെല്ലാം മാറണം. സ്തോത്രം. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്ക് അതുവരെ സമാധാനം കൊടുത്തിട്ടില്ല. അവർക്കൊരു തലവേദനയായിരുന്നു. സ്തോത്രം. പക്ഷേ ആ തീരുമാനമെടുത്തപ്പോ അതിന്റെ 3ാമത്തെ ദിവസം എന്റെ കർത്താവ് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി എന്റെ നാട്ടിൽ തിരികെ കാലുകുത്താൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇതേതോ അമ്മാവി കഥയല്ല പറയുന്നേ. ഇതേതോ ബാലരമയിലെ അമർചിത്ര കഥയല്ല പറയുന്നേ. ദിലീപ് സ്റ്റീവൻ എന്ന എന്റെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഞാനൊരു പ്രബന്ധം അവതരിപ്പിച്ചെങ്കിൽ മറ്റൊരാൾക്ക് അതിനെ ഖണ്ഡിക്കാം.
ഞാനൊരു തിസിസ് വായിച്ചാൽ മറ്റൊരാൾക്ക് വേറൊരു തിസിസ് എഴുതി അതിനെ കണ്ടിക്കാം. പക്ഷെ എന്റെ അനുഭവത്തോട് ചേർന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ അതിനെ കണ്ണിക്കാൻ ഒറ്റയാൾക്ക് കഴിയില്ല. കാരണം എന്താ? അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വെറുതെ വിളിക്കുകയല്ല, ഞങ്ങൾ വെറുതെ കണ്ടക്ഷോഭം ചെയ്യുകയല്ല, ഞങ്ങൾ വിടുവിച്ച് അല്ല, ഞങ്ങളോട് സംസാരിച്ച ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് രുചിച്ചറിയാൻ ആഗ്രഹമുണ്ട് കർത്താവിനെ? പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അതീതമായ ഈ ശരീരം, ഇതിൽ നിന്ന് ആര് വിടുവിക്കും? ആർക്കെങ്കിലും കഴിയുമോ? സ്തോത്രം. കാര്യം എന്താ? ആര് വിടുവിക്കാമെന്ന് പറഞ്ഞാലും മൂന്നാം പക്കം പുള്ളിക്കാരന്റെ വീട്ടിലും മരണം പോവും, അല്ലേ? ആര് ശരിയാക്കാന്ന് പറഞ്ഞാലും ആര് റെഡിയാക്കാന്ന് പറഞ്ഞാലും മൂന്നാം പക്കം ആകുമ്പോൾ മരണം ആ വീട്ടിലും കാണും. അതായത് ആ വീട്ടിലും ടാർപോളിനൊക്കെ കെട്ടി 10 കസേരയൊക്കെ പറക്കിയിട്ട് വരുന്നവർക്ക് ചായ കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പോ മരണത്തിൽ നിന്നൊരു മനുഷ്യനെ വിടുവിക്കുവാൻ, മരണത്തിൽ നിന്നൊരു മനുഷ്യനെ മോചിപ്പിക്കുവാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? അങ്ങനെ ഒരുവനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവിന്റെ കരത്തിലുണ്ട്. അവൻ മരണത്തെ മാത്രം മുഖാമുഖമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന സ്നേഹിത, നിന്റെ മരണത്തെ നീക്കി നിനക്ക് ജീവൻ തരാൻ കഴിവുള്ള ഒരുവൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഈ അരിഷ്ടത മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കടന്നു വരാൻ കാര്യമുണ്ടാ? വെറുതെ ഇങ്ങ് വന്ന് കയറിയതാണോ? അല്ല, ഇതിനൊരു കാരണമുണ്ട്. വിശുദ്ധ വേദപുസ്തകം ആ കാരണം പറയുകയാണ്. എന്താ കാരണം എന്നറിയാമോ? റോമലേഖനം 3:23 ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എപ്പോഴാണ് അരിഷ്ടത വന്നത്? ദൈവത്തിൽ നിന്ന് അകന്നപ്പോ. എപ്പോഴാണ് അരിഷ്ടത വന്നത്? പാപം ചെയ്തപ്പോ. എപ്പോഴാണ് അരിഷ്ടത വന്നത്? ദൈവ തേജസ് വിട്ടുമാറിയപ്പോ. അതെ കേട്ടോ, ഇന്ന് രാത്രിയില് ഈ ദൈവകൃപയിൽ നിന്നിട്ട് പിന്മാറ്റത്തിൽ നിൽക്കുന്ന ചിലരും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക. ഇത് താങ്കളുടെ അവസാന ചാൻസ്. യേശുവിന്റെ നാമത്തിൽ അവൻ പിന്മാറ്റക്കാരാ, ഇന്ന് രാത്രി നീ മടങ്ങി വാ. യഹോവയുടെ നല്ല ദാനങ്ങളെ അനുഭവിച്ച ഇന്നലകൾ നീ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടമായി പോയ അവസ്ഥകളെ മടക്കി തരാൻ എന്റെ കർത്താവിന് കഴിയും. എന്റെ കർത്താവ് അത് ആഗ്രഹിക്കുക കേട്ടോ. എന്റെ കർത്താവ് അത് ആഗ്രഹിക്കുക. അവൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് അവൻ മടക്കി വരുന്ന കർത്താവിന് ആഗ്രഹമുണ്ടെന്ന് രാത്രി നീ മടങ്ങി വരണം യേശുവിന്റെ നാമത്തിൽ. അപ്പോ ഈ അരിഷ്ടത വരാൻ കാരണം എന്താ? അരിഷ്ടത വരാൻ കാരണം പാപം മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോഴാണ്. അപ്പൊ മനുഷ്യൻ പാപിയായി തീർന്നു. എവിടാ പാപിയായ? എങ്ങനാ പാപിയായേ? മനുഷ്യൻ പാപിയാണോ? അതെ, മനുഷ്യൻ പാപിയാണ്. എല്ലാ മതങ്ങളുടെയും പഠിപ്പിക്കൽ പാപത്തിൽ നിന്നുള്ള മോചനമാണ്, അല്ലെ? പക്ഷേ പ്രത്യേകമാകുന്ന വഴികൾ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അവസാനം ചെല്ലുമ്പോൾ മാത്രമേ അവിടെ ബ്ലാങ്ക് ആയി നമുക്ക് കാണാൻ പറ്റൂ. അതായത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആളില്ലാതെ വീടിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് മുട്ടിയാൽ ആ ഡോർ തുറക്കില്ല. കാര്യം എന്താ? അതിനകത്ത് ആളില്ല. സ്തോത്രം, അല്ലെ? ആളില്ല. അപ്പൊ ആളില്ലാത്ത വാതിലിന്റെ, അടയപ്പെട്ട വാതിലിൽ പോയി മുട്ടുകയല്ല. ഇന്ന് രാത്രി ഏതാണ് യഥാർത്ഥ വഴി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ജനസീസ് ഓഫ് ഡിസൈപ്പിൾ അനുഗ്രഹീത ദൈവദാസന്മാർ ഇവിടെ വന്ന് വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ഏക മാർഗം, അതിന് ഏക വഴി, ഏക സത്യ നിത്യദൈവം യേശു ക്രിസ്തു മാത്രം. അല്ലാതെ ഞങ്ങൾക്കാരെ മതപരിവർത്തനം നടത്തി ഒരിടത്തും കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല സഹോദരൻ. ഞങ്ങൾക്ക് അതിനൊട്ട് സമയവും ഇല്ല. പ്രിയ ദൈവമക്കളെ, ആരെയും മതം മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമല്ല, മരണത്തെ മാറ്റുന്ന ഒരു സംവിധാനമാണിത്. എത്ര പേർക്ക് മനസ്സിലായി? മതം മാറ്റുന്ന ഒരു ഇടപാടല്ല ഇന്ന് രാത്രിയില്. പിന്നെ ഇത് മരണം മാറ്റുന്ന മാർഗമാണ്. മരണം മാറ്റുന്ന ഒരു മാർഗം ഉലകത്തിൽ അവതരിച്ചെങ്കിൽ അതെന്റെ യേശുവിന്റെ മാർഗം മാത്രമാണ്. അവൻ നമുക്ക് വേണ്ടി തുറന്നു വെച്ച് ജീവനുള്ള പുതുവഴി ഇന്ന് രാത്രി താങ്കൾക്ക് അതിൽ കൂടി പ്രവേശിക്കാം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത്
ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ പാപം മനുഷ്യനിൽ കടന്നു വന്നത് നമുക്കറിയാം. ഏതേനിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതാണ് മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വന്ന പാപം. ലംഘനമാണ് പാപം. മറ്റൊരു ഭാഗത്ത് ചിലർ പറയാറുണ്ട്, ഒരു ആപ്പിൾ കഴിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു പഴം കഴിച്ചത് കൊണ്ടാണോ മനുഷ്യനോട് ദൈവം കോപിച്ചത്. ആപ്പിൾ കഴിച്ചതോ പഴം കഴിച്ചതോ അല്ല അവിടുത്തെ വിഷയം നിയമലംഘനമാണ്. അവിടുത്തെ വിഷയം നിയമലംഘനം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കേരളത്തില് സ്തോത്രം അനുഗ്രഹീതരായ അല്ലെങ്കിൽ ശക്തന്മാരായ നിയമവ്യവസ്ഥകളുണ്ട്, നിയമപാലകന്മാരുണ്ട്. അപ്പോ ഒരു 1.5 ലക്ഷം രൂപ വില കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സൂപ്പർ ബൈക്കുകളില് ഹെൽമെറ്റ് വയ്ക്കാതെ പോയാൽ അവർ നമുക്ക് പെറ്റി തരും. ഒന്നും പറയാൻ പറ്റും, സാറേ എൻ്റെ വീട്ടിന്റെ ആധാരം പണയം വെച്ച് ഞാൻ എടുത്ത വണ്ടിയാണ്, ഞാൻ റോഡിൽ കൂടെ ഓടിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ നിയമമുണ്ട്, അതാരായാലും പാലിച്ചേ പറ്റത്തുള്ളൂ. നിയമലംഘനം കുറ്റമാണ്, നിയമലംഘനം കുറ്റമാണ്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു നിയമലംഘനം നടത്തി കേട്ടോ, അതിന് ഇച്ചിരി കൂടി ഭംഗിയായിട്ട് ഇയ്യോബ് തന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചു. എന്താ ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ അകൃത്യം ആദാമിനെ പോലെ മറച്ചു വച്ചില്ല. ഇന്ന് രാത്രി തിരിച്ചറിയണം, നീ അകൃത്യം മറച്ചു വെക്കുന്നത് പാപമാണ്. ആരും കാണാതെ മറഞ്ഞിരുന്ന ഒളിവിടത്തിൽ ചെയ്തു കൂട്ടുന്ന പാപമുണ്ടല്ലോ സ്നേഹിത, നീ ആരും കാണാതെ ഇരുട്ടന്റെ മറപറ്റി ചെയ്യുന്ന വ്യഭിചാരമുണ്ടല്ലോ, അത് പാപമാകട്ടോ. നീ കുറ്റമില്ലാത്ത രക്തത്തെ ചിഹ്നിക്കുന്നില്ലേ, കുലപാതകം പാപമാകട്ടോ, ആഭിചാരം പാപമാകട്ടോ, വിഗ്രഹ സേവ പാപമാ. ഇന്ന് രാത്രി അതിൽ നിന്നൊരു മടങ്ങി വരവുണ്ടാവണം. അപ്പോ നിയമലംഘനം പാപം, അകൃത്യത്തെ മറച്ചു വയ്ക്കുന്നത് പാപം. അതാണ് ഭക്തൻ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ അതേ പാപം ചെയ്യുന്നവൻ മരിക്കണമെന്നതാ വ്യവസ്ഥ. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ഒരു മാർഗമുണ്ട്. ഇത്ര സ്നേഹവാനായ ദൈവത്തെ ഉലകത്തിൽ വേറെ എവിടെ കിട്ടും അല്ലേ? നമ്മുടെ ആർഷഭാരതത്തിലെ സംസ്കാരങ്ങൾ ഒന്ന് പരതിയാൽ പാപിയെ നിഗ്രഹിക്കുക എന്നതാണ് അവരുടെയൊക്കെ പ്രധാന തത്വം. പാപിയെ നിഗ്രഹിക്കുക. പക്ഷെ എന്റെ യേശുവിൽ ഞാൻ കണ്ടത്, എന്റെ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ തേടി എത്രയോ വന്നത്. പ്രിയ ദൈവമക്കളെ, നീതിമാനെ തേടിയാണ് എന്റെ യേശു വന്നതെങ്കിൽ എനിക്കിന്ന് ജനസിസിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയില്ല. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പാപികളിൽ പ്രധാനിയായിരുന്നു. ഓ ഹല്ലേലൂയ. ആ അനുഭവം ഒന്ന് ചിന്തിച്ചാൽ, ഇന്ന് കഴിഞ്ഞ പകല് പകല് ഒരു അനുഗ്രഹീതമായ സഭായോഗമായിരുന്നു അല്ലെ? അനുഗ്രഹീതമായൊരു സഭായോഗം. ഞാൻ എന്റെ സഭയില് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, എന്താ ആ യേശുവിന്റെ സ്നേഹം, ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, അതെത്ര വർണ്ണിച്ചാലും വിവരിക്കാൻ അതിനപ്പുറമാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. പാപം ചെയ്യാതെ, മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, മോഷ്ടിക്കാതെ, കുലപാതകം ചെയ്യാതെ, സഹോദരന് നേരെ കള്ളസാക്ഷ്യം പറയാതെ മാന്യമായി ജീവിക്കാൻ സഹായിക്കുന്ന ഏക നാമം യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലർ ചോദിക്കും, ഉപദേശം അങ്ങനല്ലല്ലോ കാര്യം, ഇന്ന വീട്ടിലെ ഇന്ന ആള് അങ്ങനല്ലല്ലോ ജീവിക്കുന്നേ, അയ്യോ ആ ആള് കർത്താവുമായിട്ട് ഒരു ബന്ധമില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. യേശുവിനെ രുചിച്ചറിഞ്ഞവൻ, യേശുവിനെ അനുഭവിച്ചറിഞ്ഞവൻ, യേശുവിനെ കർത്താവിൻ രക്ഷകനും ദൈവമായി ഹൃദയത്തിനകത്ത് ഏറ്റുകൊണ്ടവൻ, അവൻ ഒരിക്കലും പാപജീവിതം നയിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവന് പാപിയായി ജീവിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞങ്ങൾ പാപത്തിൽ നിന്നുള്ള മാനസാന്തരം പ്രസംഗിക്കുന്നേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരും നീതിമാന്മാരൊന്നും അല്ല. എല്ലാം ഏറെക്കുറെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. ഈ പെന്തക്കോസ്ത് ഗോളത്തിനകത്ത് ഏറ്റവും വലിയ ക്രിമിനലുകൾ കാണും.
പെന്തക്കോസ്ത് കോളത്തിനകത്ത് നല്ല മിടുമിടുക്കന്മാരുണ്ട്. ആമേൻ, സ്തോത്രം, നല്ല മിടുമിടുക്കന്മാർ. പക്ഷേ എന്തുകൊണ്ടെന്നറിയാമോ? അടങ്ങി ഒതുങ്ങി പാർക്കുന്നത് എന്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ പിടിച്ചടക്കി ഒരു രാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് എന്ന് ആ തിരിച്ചറിവ് ബോധം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് കൊണ്ട് അതിന് നീക്കാനും അവയെ കള്ളസാക്ഷി പറയാനും പോകാത്തത് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആ കരങ്ങളെ വീശി കർത്താവിന് ഒരു മഹത്വം കൊടുക്കാൻ കഴിയുമോ? നമ്മുടെ പ്രാണപ്രിയന്റെ കാഹളം ധ്വനിപ്പാൻ കാലമായി. ഞങ്ങൾ കുറച്ച് നാളൂടെ ഇവിടെ കാണത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് നാളൂടെ ഇവിടെ കാണത്തുള്ളൂ. സോദരൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കെതിരെ പ്രസംഗിക്കാം. ഞങ്ങൾ പോയതിനു ശേഷം ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ കാണും. സോദരം, ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കാണുന്നേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെ കാണും. സോദരം, ഇതൊന്നും ഞങ്ങൾ കൊണ്ടുപോകത്തില്ല. ഭാരത് ബെൻസ് ഇവിടെ കാണും, ഈ ഡൈനാടെക്കുകൾ ഇവിടെ കാണും, എല്ലാ സംവിധാനങ്ങളും, കീബോർഡ്, എല്ലാ സംവിധാനങ്ങളും, സെറ്റപ്പുകളും ഇവിടെ കാണും. ഞങ്ങൾ മാത്രം ഇവിടെ കാണത്തില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്കെതിരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ പ്രസംഗിക്കാം. പക്ഷേ ഒന്നിന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് പോകൂ, നീ മാനസാന്തരപ്പെടണമെന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന്റെ അധിപതിയായവനിൽ നിന്ന് നിന്നെ വിടുവിച്ച ഒരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താണ് പാപം? പാപം എന്നത് നിയമലംഘനമാണ്. അപ്പൊ ആ നിയമലംഘനം ഉണ്ടായത് മുതൽ മനുഷ്യൻ പാപിയായി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ നിയമലംഘനം ഉണ്ടായപ്പോ ദൈവ തേജസ് മനുഷ്യനിൽ നിന്ന് നഷ്ടമായി പോയി. സ്തോത്രം. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പരിശോധനക്ക് പ്രസംഗിക്കുമ്പോൾ ചില ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്നല്ലോ ഏക സത്യ ദൈവമേ ഉള്ളൂ. അതെ, ഏക ദൈവമേ നമുക്കുള്ളൂ. അങ്ങനാണ്, ഏക ദൈവമേ ഉള്ളൂ. പിന്നെ എങ്ങനാണ് ഈ മതങ്ങൾ ഉണ്ടായത്? അല്ലെ, വ്യത്യസ്ത മതങ്ങളുടെ ആവിർഭാവത്തിന്റെ കാരണം എന്താണ്? ഞാൻ പറയാം. വളരെ രസമാണ് കേട്ടോ, വളരെ രസമാണ്. സ്തോത്രം. ഈ മതങ്ങളുടെ ആവിർഭാവം ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവത്തോട് പാപം ചെയ്ത് നിയമലംഘനം നടത്തിയ മനുഷ്യൻ അവൻ പാപിയായി തീർന്നു. അപ്പൊ ഈ മനുഷ്യൻ ചെന്ന് പാപക്കുഴിക്കകത്ത്, അതായത് പാപച്ചേറ്റിനകത്ത് വീണു. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ നീന്താൻ അറിഞ്ഞുകൂടാത്ത വ്യക്തി വെള്ളത്തിൽ വീണ് എങ്ങനെ ഇരിക്കും? അപ്പൊ നീന്താൻ അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി വെള്ളത്തിൽ വീണ് കിടക്കുക. അപ്പോ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പകർന്നു കൊടുത്തൊരു ഒരു പാഠമുണ്ട്. വെള്ളത്തിൽ വീണ് നീന്താൻ അറിയാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ തലമുടിയിൽ പിടിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ഉയർത്തേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആരെങ്കിലും നീന്താൻ അറിയാതെ, നീച്ചൽ தெரியாതെ വെള്ളത്തിനകത്ത് വീണ് കിടക്കുന്നെങ്കിൽ അവരുടെ കയ്യും കാലൊന്നും പോയി പിടിക്കരുത്. പിടിക്കുന്നവനെ കൂടെ മുക്കും. പിന്നെ ആ വ്യക്തിയുടെ തലമുടിയിലാണ് പിടിച്ചു പൊക്കിയെടുക്കേണ്ടത്. സ്തോത്രം. അപ്പോ ഈ സംവിധാനം ഈ കിടക്കുന്ന പുള്ളിക്ക് അറിയാം. മുത്തച്ഛൻ പകർന്നു കൊടുത്ത പാഠം. വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ തലമുടി പിടിച്ചെന്ത് ചെയ്യണം? ഉയർത്തണം. അപ്പോ നീന്താൻ അറിയാത്ത ഈ സഹോദരൻ വെള്ളത്തിൽ കിടന്ന് സ്വയമായിട്ട് തലമുടി പിടിച്ച് ഉയർത്തുക. ഇന്നാണെങ്കിൽ വിഗ് ഊരി വന്നനെ. പുള്ളിക്കാരെ പിടിയോട് പിടി. എവിടെ വരാനാ? കാര്യം എന്താ? ഇദ്ദേഹത്തിന് നീച്ചൽ தெரியாது. പിന്നെ ഈ തലമുടി പിടിച്ച് മേലോട്ട് പിടിച്ചാൽ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല. ഇതുപോലെ ദൈവത്തിൽ നിന്നും അകന്ന് ദൈവ തേജസ് നഷ്ടമായ മനുഷ്യൻ ഇപ്പൊ ദൈവത്തോട് അടുക്കാൻ പറ്റാതെ മാറി നിൽക്കുക. ഇവിടെ കിടന്ന് കൈകാലിട്ടടിക്കുക. ഞാൻ ഇങ്ങനെ പറയും, ഓരോ കൈകാലടിക്കും ഓരോ മതം. മനസ്സിലാവുന്നുണ്ടോ? ഓരോ വെള്ളത്തിൽ കിടക്കുമ്പോ അറിയാലോ, ആദ്യത്തെ 2-3 പ്രാവശ്യം നല്ല ആംബിയറോടെ കൈ കാലൊക്കെ അടിച്ച് നോക്കാം. ഒരു 3ാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോ പറ്റത്തില്ല. പിന്നെ പുള്ളി അങ്ങ് താഴും. അപ്പൊ ഓരോ പ്രാവശ്യത്തെ കൈകാലിട്ടടിയിൽ ഓരോ മതങ്ങൾ അല്ലെ? അങ്ങനെയാണ് പ്രിയരെ, ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാൻ അവൻ കാണിച്ച കുറുക്ക് വഴികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മതങ്ങൾ. അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ തിരികെ അതിനകത്ത് കയറണമെങ്കിൽ ദൈവം വിചാരിക്കണം. മനസ്സിലാകുന്നു എന്നാണ് എന്റെ ചിന്ത. സ്തോത്രം. ദൈവത്തിൽ നിന്ന് അകന്നുപോയി കർത്താവിനോട് ചോദിച്ചിട്ടല്ലല്ലോ നീ പാപം ചെയ്തേ.
കർത്താവിനോട് ചോദിച്ചില്ലേ എന്താ തെറ്റെന്ന്? ഏറ്റു പറഞ്ഞാ പോരായിരുന്നോ? എന്താ പറഞ്ഞേ? കർത്താവേ, ഞാൻ പെർഫെക്റ്റാ കേട്ടോ, നീ കണ്ടില്ലേ വെള്ളയെ ഉടുക്കൂ, ഞാൻ പെർഫെക്റ്റാ, എന്നോട് കൂടെ ഇരിക്കാൻ നീ തന്ന പുള്ളിക്കാരി തന്നു, ഞാൻ തിന്നു. കർത്താവ് നേരെ പുള്ളിക്കാരടുത്ത് ചെന്നു. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെ കേരളത്തിലൊക്കെ സംവരണമാണ്, തുല്യമായി 50%, 50-50 സ്തോത്രം. അപ്പൊ കർത്താവ് നേരെ സ്തോത്ര ഹവ്വാമ്മച്ചിയുടെ അടുത്ത് ചെന്നു. എന്താ സംഭവം? കർത്താവെ, നീ ചിന്തിക്കുന്ന പോലെ നല്ല കാരണം, പാമ്പ് തന്നു, ഞാൻ തിന്നു, പാമ്പ് എന്നെ പറ്റിച്ചു. സ്തോത്രം. എല്ലായിടത്തും സ്കിപ്പ് ചെയ്ത് പോവുക. സഭയ്ക്കകത്ത് ഇതാണ് വിഷയം. സ്തോത്രം. ദേവദാസ സെക്രട്ടറി അടുത്ത് ചോദിക്കുക, സെക്രട്ടറി എന്താ വിഷയം? അപ്പൊ സെക്രട്ടറി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചിട്ട് പറയും, മറ്റേ പുള്ളിക്കാരാണ് വിഷയം, ഞാനല്ല വിഷയം. അങ്ങനെ ചോദിച്ച് വരുമ്പോ അവസാനം ഉപദേശികളനാവും. മനസ്സിലായോ? ഞാൻ ആ ഭാഗം വിടുക. അപ്പോ ഈ ലംഘനത്തെ മറച്ചു വെക്കുകയാ. എന്നാൽ ലംഘനം ഏറ്റു പറയാൻ അവൻ മനസ്സ് കാണിച്ചെങ്കിൽ അവൻ പാപിയാകത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? ചില അപ്പന്മാരുണ്ടല്ലോ, പിള്ളേര് തെറ്റ് കാണിച്ചാൽ ചോദിക്കും, മകനെ മകളെ നീ തെറ്റ് ചെയ്തോ? പിള്ളേര് സമ്മതിച്ചാൽ അപ്പനമ്മർ എന്ത് ചെയ്യത്തില്ല? തല്ലത്തില്ല. പക്ഷെ ചില പിള്ളേര്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കുരുത്തം കെട്ട പിള്ളേരെന്ന് പറയും, ഈ പിള്ളേരൊട്ടും കുറ്റം സമ്മതിക്കത്തുമില്ല, പിന്നെയും അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഈ ആദാമ് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിന് പകരം അവൻ മറ്റൊരു മനുഷ്യനിലേക്ക് വെച്ചു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, പിന്മാറ്റക്കാർ, നീ മറ്റുള്ളവനെ പരിചാരി രക്ഷപ്പെടാൻ നോക്കരുത്. ഇന്ന് രാത്രി സ്വർഗം തുറന്ന് ആമേ കണ്ണ് നിന്റെ മേൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അഗ്നി ജ്വാലക്കത്ത കണ്ണുള്ള കർത്താവ് നിന്റെ രഹസ്യ പരസ്യ ജീവിതം കാണുന്നു എന്ന് നീ അറിയാതിരിക്കരുത്. ഇനി ആരൊക്കെ മറച്ച്, സ്തോത്രം അല്ലേ, തിരുവചനം എന്താ പറയുന്നേ? നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും. ഇന്നത്തെ സംവിധാനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക മികവുറ്റ അനുഭവങ്ങളിൽ കൂടി എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു തലമുറയുന്നുണ്ട്. അവർക്ക് മറച്ചു പാപം ചെയ്യാൻ അറിയാം, അല്ലേ? അപ്പനമ്മമാർക്ക് വലിയ ഈ ശാസ്ത്ര മേഖലയിൽ വലിയ പാണ്ഡിത്യം ഇല്ലാത്തത് കാരണം ഇന്നത്തെ തലമുറ കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരെ ഒളിച്ച് പാപത്തിന്റെ പടുകുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. നീ ആരെയൊക്കെ മറച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാൽ അവിടെ നിന്ന് നിന്നെ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് പഞ്ചായത്ത് മാറിയാൽ ബ്ലോക്ക് ആവുന്ന ദൈവമല്ല, സ്റ്റേറ്റ് മാറിയാൽ അവധിയെടുക്കുന്ന ദൈവമല്ല. എവിടെ ഇരുന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരേ ഒരു ദൈവം എന്റെ യേശു കർത്താവ്. നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി പാപം ചെയ്താലും നിന്നെ അവിടെ നിറക്കും. ഇനി മാറി സമുദ്രത്തിന്റെ അടിത്തട്ടി ചെന്ന് അവിടെ മറഞ്ഞിരുന്ന് പാപം ചെയ്താൽ എന്റെ കർത്താവിന്റെ കരം അവിടെയും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചോലും നല്ല കാര്യം. ദേശമേ, നിങ്ങൾ ഇതുവരെ ഭുജിച്ചു വന്ന സംവിധാനങ്ങൾ അല്ലത്. എന്റെ ദൈവത്തിന് പ്രാധാന്യമുണ്ട്. ഞാൻ ഇങ്ങനെ പൊതുവിൽ പറയാറുണ്ട്, ആരാണ് ദൈവം? ദൈവം എന്ന് പറഞ്ഞാൽ അവന്റെ 3 ക്വാളിറ്റികൾ ഉണ്ടാവണം. എന്താ? 1, ദൈവം സർവശക്തനാകണം. 2, ദൈവം സർവജ്ഞാനിയാകണം. 3, ദൈവം സർവവ്യാപിയാകണം. ഇവൻ ആരോ അവനാണ് ദൈവം. മടങ്ങി വരിക, ചിന്തയിട്ട് വേഗം ഞാൻ മടങ്ങി വരിക. ഞാനിങ്ങനെ പറയാറുണ്ട്, സാധാരണ ഈ സവാള, ഇവിടെ സവാളയ്ക്ക് സവാളയാണ് അവസ്ഥ പറയുന്നത് തന്നല്ലോ. ഈ സവാള പൊതിയാൻ നിൽക്കുന്ന കടക്കാരന് സവാളയെക്കാളും വലിപ്പം വേണ്ടേ? അല്ലേ? സവാള, വെങ്കായം പൊതിയാൻ നിൽക്കുന്ന, സവാള പൊതിയാൻ നിൽക്കുന്ന കടക്കാരൻ സാമാന്യം സവാളയേക്കാൾ വലിപ്പം വേണ്ടേ? അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവ 90-ാം സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞു വെച്ചു, തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന്, ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായ നീ ദൈവമാകുന്നു. എന്റെ ദൈവമേ, ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഈ മലനിരകൾ കണ്ടുവരികയായിരുന്നു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഇതിന്റെ ആരംഭം. എവിടുന്ന്? അപ്പൂപ്പന്മാർ ഒരു 5 തലമുറ പുറകെ പോട്ടെ, ഇല്ല, ഒരു 10 തലമുറ പുറകെ പോയി ചിന്തിച്ചാൽ അവരാരും കണ്ടിട്ടില്ലത്.
എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായ ദൈവമായിരുന്നെന്ന്. ഇത്ര വലിയ ദൈവത്തെ, ഇത്ര വലിയ രക്ഷയെ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ അവൻ കരങ്ങൾ കൂട്ടി അവൻ വെറുതെ ഇരിക്കരുത്. ആ കർത്താവിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്കട്ടെ. രാഗമന രാംശാന്തരാധന അതരകരകധരം ചേരദക്ഷരാധന. എന്റെ ദൈവത്തിന്റെ അടുത്ത ക്വാളിറ്റി പറയാം. ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആണ് എങ്കിലും പറയാം. ഞാനിപ്പോ ഈ കേരള തമിഴ്നാടിന്റെ ബോർഡറിൽ നിന്ന് വിളിച്ചാലും, ഇനി അപ്പുറത്ത് കേരളത്തിന്റെ അങ്ങേയറ്റം പോയി ഞാൻ വിളിച്ചാലും, എന്താ മകനെ എന്ന് എന്റെ ചോദ്യത്തിന്, എന്റെ പ്രാർത്ഥനയ്ക്ക് റിപ്ലൈ തരുന്ന ഒരു ദൈവമാണ് എന്റെ യേശു കർത്താവ്. ഹല്ലേലൂയ. രോഗശയ്യയിലും ജീവിതത്തിന്റെ വേദനയുടെ അനുഭവത്തിലും എന്നോടൊപ്പം ഇറങ്ങി വരുന്നവനാണ് എന്റെ ദൈവം. അപ്പോ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് പാപപരമായ അരിഷ്ടത കടന്നു വന്നു. അന്ന് മുതൽ അവൻ വ്യാധിയും അവൻ രോഗിയും അവൻ ഭൂതത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനുമായി തീർന്നു. അതുവരെ സകലത്തിന്റെ മേലും വാഴുവാൻ കൊടുത്തിരുന്ന അധികാരം ആ ഒരൊറ്റ നിയമ ലംഘനം കൊണ്ട് അവന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടമായി പോയി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നഷ്ടമായി പോയ ആ പദവിയിലേക്ക് തിരികെ വരണം. ഒന്നുകൂടി പറയാ, പാപിയായ മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് കടന്നു വരാൻ കഴിയില്ല. കാരണം ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവത്തിന്റെ രണ്ട് സ്വഭാവം: ഒന്ന്, ദൈവം നീതിമാൻ; രണ്ട്, ദൈവം കരുണയുള്ളവൻ. ഒരു നാണയത്തിന് രണ്ടു വശമുള്ളതുപോലെ നീതിമാനായ ദൈവം, കാരുണ്യവാനായ ദൈവം. നീതിമാനായ ദൈവം പാപം ചെയ്ത മനുഷ്യനോട് നീതിയോടെ പ്രവർത്തിച്ചു. എന്താ? പാപം ചെയ്യുന്നവൻ ദേഹി മരിക്കണം. കാരുണ്യവാനായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കപ്പെട്ട മനുഷ്യനെ ഉപേക്ഷിച്ച് കളയാൻ അവന് മനസ്സില്ല. ഇന്ന് രാത്രിയിൽ ആ കർത്താവ് വളരെ പ്രതീക്ഷയോടെ ദേശത്ത് ചിലതിനെ നോക്കി നിന്റെ മടങ്ങി വരവ് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു കേട്ടോ. എന്റെ കർത്താവ് അത് ആഗ്രഹിക്കുന്നു. സ്നേഹിതര്, മാതാവേ, പിതാവേ, സഹോദര, നീ ഒന്ന് മടങ്ങി വരാമെന്നപ്പാ ഞാൻ നിന്നോട്, സ്വർഗത്തോട് പാപം ചെയ്തു, ഇന്ന് നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ മടങ്ങി വരുന്നു എന്ന് നിങ്ങളൊന്ന് പറയാൻ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതാവസ്ഥകൾ മാറും. ഇത് വെറും വാക്കല്ല, കൊട്ടൻ ചുക്കാലിക്കാരന്റെ വാക്കല്ല, ലോട്ടറിക്കാരന്റെ വാക്കല്ല. എന്റെ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട്, അവൻ എന്നോടും കൂടെ ഇന്ന് രാത്രിയിൽ അവൻ നമ്മോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീതിമാനായ ദൈവം നീതിയോടെ അവൻ ഉത്തരമരളി. കാരുണ്യവാനായ ദൈവം കരുണയോടെ മനുഷ്യനെ ചേർത്തു. ആ ദൈവം വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാ ഞങ്ങൾ പറയുന്നത്. സ്തോത്ര. ഈ വിശേഷമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതാ ഞങ്ങൾ വിളിച്ചു പറയുന്നേ. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി ജീവിതത്തിൽ അരിഷ്ടത അനുഭവിക്കുന്ന സഹോദര, ജീവിതത്തിൽ അരിഷ്ടത അനുഭവിക്കുന്ന സഹോദരി, നിന്റെ അരിഷ്ടത മാറ്റാൻ, നിന്റെ മരണം മാറ്റാൻ, നിന്റെ ശാപം മാറ്റാൻ, നിന്റെ വേദന മാറ്റാൻ, നിന്റെ ഇല്ലായ്മ മാറ്റാൻ ഒരുവൻ നിനക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഇന്ന് രാത്രി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. പ്രിയ മക്കളെ, മറ്റു വഴികളൊന്നുമില്ല. പാപത്തിന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നീന്താൻ അറിയാത്ത നീ വെള്ളത്തിൽ കിടക്കുന്നെങ്കിൽ അവിടെ നിന്ന് കയറി വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് എന്റെ യേശു ക്രിസ്തുവാണ്. അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അതിന് ഭാഷ വ്യത്യാസമില്ല. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഉറുദു, ഗ്രീക്ക്, ഏത് ഭാഷക്കാരായാലും യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയാൻ അവൻ തയ്യാറായാൽ അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും രൂപാന്തരം ഉണ്ടാവും. ഉറപ്പായ കാര്യം. അതുകൊണ്ടല്ലേ ദൈവമക്കളെ, ദൈവദാസന്മാർ നിരന്നിരിക്കുന്നേ. ഇതിനകത്ത് ദൈവദാസന്മാരുണ്ട്. ഞങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് വെറുതെ അല്ല. പൗലോസ് പറയുന്നത് പോലെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഞങ്ങൾ എന്തുകൊണ്ട് ആവേശത്തോടെ പ്രസംഗിക്കുന്നെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇതൊരു അനുസ്മരണ യോഗമല്ല കേട്ടോ, ഇതൊരു അനുസ്മരണ യോഗമല്ല, ഇതൊരു ഓർമ്മ പ്രസംഗമല്ല. പിന്നെ ഇത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവന്റെ അവൻ സന്തോഷത്തോടെയുള്ള പ്രസംഗമാണ്. എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ച ഒരുവൻ ഉണ്ടെന്ന് ഇത് ഞങ്ങൾക്ക് മാത്രം പ്രസംഗിക്കേണ്ട അവകാശമുള്ളൂ. മനസ്സിലായോ എന്തോ? ഈ യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. എന്താ കാര്യം? ഞങ്ങൾ യേശുവിനെ വിശ്വസിച്ചു. ഇത് വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞ പണിയാ. പ്രിയ ദേവദാസ് ഓർമ്മപ്പെട്ടതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടി. ഈ ക്രിസ്തുവിൽ വന്നാൽ അവൻ പറയും നിങ്ങൾ ഇവിടെ വരിക, ഇവിടെ രക്ഷയുണ്ട്. കാര്യം എന്താണ്? നേരത്തെ ഞങ്ങൾ എല്ലാവരും ശിക്ഷ കിടന്നതാണ്, ഞങ്ങൾക്കൊരു രക്ഷ കിട്ടി. അസൂയയില്ലാതെ പ്രസംഗിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യനായി ജനിച്ച സകലർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അവനാണ്